ഡൽഹിയിൽ അരങ്ങേറുന്ന എ.എ.പിയുടെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് തിരശ്ശീല വീഴാൻ ഇനി അധികം നാളില്ല എന്ന് തന്നെ പറയാം. മദ്യനയ അഴിമതി കേസിൽ ജയിലിലായിരുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടൻ തന്നെ രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും അതേപോലെ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഔദ്യോഗികമായി രാജിവെക്കുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇനി ആ മുഖ്യമന്ത്രി കസേര അലങ്കരിക്കാൻ ആര് വരും എന്ന ചോദ്യത്തിന് എ.എ.പി കെട്ടിയിറക്കിയതോ അതിഷി മർലേനെയാണ്. എന്നാൽ അതിഷി കേജ്രിവാളിന്റെ കയ്യിൽ വെറും ഒരു കളിപ്പാവ മാത്രമാണ് എന്നതാണ് വ്യക്തം. ഇപ്പോൾ ദില്ലി മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കാതെ നാടകീയ നീക്കങ്ങളുമായിട്ടാണ് അതിഷി രംഗത്തെത്തിയിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ കഴിഞ്ഞ ദിവസം ചുമതല ഏൽക്കാനെത്തിയ അതിഷി മുഖ്യമന്ത്രിയുടെ കസേരയ്ക്ക് സമീപം മറ്റൊരു കസേരയിട്ടാണ് ഇരുന്നത്. മുഖ്യമന്ത്രിയുടെ കസേര അരവിന്ദ് കെജ്രിവാളിന് മടങ്ങിയെത്താനായി ഒഴിച്ചിട്ടിരിക്കുകയാണ് എന്നാണ് അതിഷി പറഞ്ഞത്. അടുത്ത തിരഞ്ഞെടുപ്പിൽ കേജ്രിവാളിനെ ദില്ലിയിലെ ജനങ്ങൾ അംഗീകരിക്കുന്നതുവരെയാകും താൻ മുഖ്യമന്ത്രിയാകുക എന്ന് അതിഷി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതോടെ മനസ്സിലാക്കാം അരവിന്ദ് കെജ്രിവാളിന്റെ കയ്യിലെ ഒരു കളിപ്പാവ മാത്രമാണ് അതിഷി എന്നും അവർക്ക് അവിടെ വലിയ റോൾ ഒന്നുമില്ല എന്ന് തന്നെ. കേജ്രിവാൾ 4 മാസത്തിന് ശേഷം തിരികെ എത്തുമെന്നും 4 മാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ തന്നെ 4 മാസം വരെയാണ് താൻ മുഖ്യമന്ത്രിയായിരിക്കുക എന്നും അതിഷി പറഞ്ഞു. ഇപ്പോൾ ഓർമ്മ വരുന്നത് തമിഴ്നാട്ടിൽ ജയലളിത അയോഗ്യയായപ്പോൾ പകരം മുഖ്യമന്ത്രിയായ ഒ പന്നീർസെൽവം സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുറി ഒഴിച്ചിട്ടിരുന്ന സംഭവമാണ്. നിയമസഭയിലും ആദ്യം ഒഴിച്ചിട്ട ശേഷമാണ് മുഖ്യമന്ത്രിയുടെ കസേരയിൽ പന്നീർസെൽവം ഇരുന്നത്. അതിന് സമാനമായ കസേര നാടകമാണ് ഇപ്പോൾ ഡൽഹിയിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്നത് കസേര നാടകമാണെന്നും ജനങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ ഭരണം അവസാനിപ്പിക്കാൻ കാത്തിരിക്കുകയാണ് എന്നും ബി.ജെ.പി പ്രതികരിച്ചു. പുതിയ ദില്ലി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ ബി.ജെ.പിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് അതിഷി തൊടുത്തുവിട്ടത്. ബി.ജെ.പിയും ലഫ്റ്റനന്റ് ഗവർണറും ദില്ലിയുടെ വികസനം തടയുകയാണ് എന്നും എന്നാൽ തടസ്സപ്പെട്ട വികസന പ്രവർത്തനങ്ങളെല്ലാം ഉടനടി പുനരാരംഭിക്കുമെന്നും ഡൽഹിയിലെ ജനങ്ങൾക്ക് താൻ ഉറപ്പ് നൽകുന്നതായും അതിഷി വ്യക്തമാക്കിയിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളെ ജയിലിലാക്കാനും ഡൽഹിയിലെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനും മാത്രമാണ് ബി.ജെ.പി ശ്രമിക്കുന്നതെന്നും അതിഷി പറഞ്ഞിരുന്നു. ബി.ജെ.പിയും ലഫ്റ്റനന്റ് ഗവർണർ വി.കെ സക്സേനയും ഡൽഹിയിലെ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആശുപത്രിയിലേക്ക് മരുന്നുകൾ എത്തിക്കുന്നതും തടഞ്ഞു. ഇതിനു പുറമെ മെഹല്ല ക്ലിനിക്കിലെ പരിശോധനകളും ഡൽഹിയിലെ മാലിന്യ ശേഖരണവുമെല്ലാം ഇവർ തടസ്സപ്പെടുത്തിയെന്നും അതിഷി പറഞ്ഞിരുന്നു. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിലല്ല എന്നും ബി.ജെ.പിയെ ഓർമ്മപ്പെടുത്തിയ അതിഷി മുടങ്ങിക്കിടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കുമെന്ന് വരെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തു വരാതിരിക്കാൻ ബി.ജെ.പി ഗൂഢാലോചന നടത്തി. എന്നാൽ ബി.ജെ.പിക്ക് മുന്നിൽ മുട്ടുമടക്കാൻ കേജ്രിവാൾ തയ്യാറായില്ല എന്നും 6 മാസം അദ്ദേഹത്തെ ജയിലിലാക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞുവെന്നും കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യം ലഭിക്കുക എളുപ്പമല്ല, എന്നിട്ടും കേജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം നൽകിയെന്നും വീണ്ടും മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നതിന് പകരം അദ്ദേഹം സ്ഥാനം രാജിവെക്കുകയാണ് ചെയ്തതെന്നും സുപ്രീം കോടതിയുടെ വിധിക്ക് പുറമെ ജനങ്ങൾ കോടതിയിലും സത്യസന്ധത തെളിയിക്കണം എന്നതിനാലാണ് അദ്ദേഹം രാജിവെച്ചതെന്നും തന്നിൽ വിശ്വാസം അർപ്പിച്ചതിന് കേജ്രിവാളിന് നന്ദിയുണ്ട് എന്നും അതിഷി തട്ടിവിടുകയാണ്. എന്നാൽ ഇത് എ.എ.പിയുടെ പതിവ് നാടകമാണ് എന്ന് തന്നെ ബി.ജെ.പി ചൂണ്ടിക്കാട്ടി. ഡൽഹിയിലെ ഈ നാടകം അവസാനിപ്പിക്കണമെന്ന് ബി.ജെ.പി ഐ.ടി സെൽ മേധാവിയായ അമിത് മാളവ്യ പറഞ്ഞു. ഡൽഹി സർക്കാരിന്റെ മൻമോഹൻ സിംഗ് ആണ് അതിഷി. ഫയൽ ഒപ്പിടാത്തതിലെ ഡൽഹി സെക്രട്ടേറിയറ്റിൽ പോലും പോകാനാവാതെ സുപ്രീം കോടതി മാറ്റി നിർത്തിയ അരവിന്ദ് കെജ്രിവാളാണ് യഥാർത്ഥ മുഖ്യമന്ത്രി. ഇത് അംബേദ്കർ രൂപം നൽകിയ ഭരണഘടനയെ പരിഹസിക്കുന്നതാണ്. ഒഴിഞ്ഞ കസേരയിൽ ഇരിക്കുന്ന കേജ്രിവാളിന്റെ പ്രേതമല്ല മർലേനയാണ്. മുഖ്യമന്ത്രിയാവാനും അതിന്റെ രഹസ്യ സ്വഭാവവും സൂക്ഷിക്കുമെന്നും സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളതാണ് എന്നും മാളവ്യ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.